മദീന മദീന മദീന. ലോകത്തൊരേ ഒരു ദർബാർ, അത് മദീനയാകുന്ന ദർബാർ. ലോകത്തൊരേ ഒരു നേതാവ്, അത് മദീനയിലെ രാജാവ്. ആ രാജാവിന്റെ ദർബാറിൽ കണ്ട സ്നേഹത്തിന്റെ അധ്യായങ്ങൾ, പ്രണയത്തിന്റെ സാഗരങ്ങൾ ലോകത്തൊരു രാജാവിന്റെ ദർബാറിലും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞത് ഹാമിദ് യാസീൻ അല്ല, ഫിലിപ്പ് കെ ഹിറ്റ് എന്ന് പറയുന്ന ജീസസ് ക്രിസ്റ്റിനെ ആരാധിച്ചു മരണപ്പെട്ടു പോയ ക്രിസ്ത്യാനിയായി ലോക ചരിത്രം എഴുതാൻ പേനയെടുത്ത, വേൾഡ് ഹിസ്റ്ററി എഴുതിയ ദ ഹിസ്റ്ററി ഓഫ് അറബ് എന്ന പുസ്തകം എഴുതിയ ഫിലിപ്പ് കെ ഹിറ്റ് എന്ന മനുഷ്യൻ പറയുകയാണ്, വേൾഡ് ഹിസ്റ്റേറിയൻ പറയുകയാണ്, സഹോദരങ്ങളെ, ആ ഹബീബിനോട് പ്രണയം കാണിച്ച സിദ്ദീഖ് തങ്ങൾ സൗർ ഗുഹായിൽ വെച്ചിട്ട് ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പ്, ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പ് ശരീരത്തിൽ കൊത്തി വേദനിപ്പിച്ചു. ആ വേദനയേറ്റ് ശരീരത്തിലേക്ക് ഫസ്റ്റ് ക്ലാസ് പോയിസൺ, നല്ല വിഷം, ആ വിഷം ഇങ്ങനെ ഇരച്ചിരച്ചിരച്ച് കയറുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് വേദന കൊണ്ട് പൊളയുകയാണ്. അവിടുത്തെ കാല്, ആ കാല് ചലിപ്പിച്ചിട്ടില്ല. ആ കാലിലാണ് പാമ്പ് കടിച്ചത്. ആ പാമ്പിന്റെ കടിയേറ്റ് ശരീരത്തിലേക്ക് വിഷം ഇങ്ങനെ ഇറങ്ങാണ്. ആ സന്ദർഭത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് വേദന കഠോരമാണ്. പക്ഷേ കാലനക്കില്ല. അവിടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രാധാന്യം കൊടുത്തത് തന്റെ ജീവനേക്കാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉറക്കത്തിനാണ്. കാലെങ്ങാനും താൻ ചലിപ്പിച്ചാൽ, കാല് വേദന കൊണ്ട് അനക്കിയാൽ എന്റെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉറക്കത്തിന് അത് ഭംഗം വന്നു പോകുമോ, അത് ഭംഗം വന്നു പോകുമോ എന്ന് ഭയന്നിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തന്റെ കാലനക്കാൻ സന്നദ്ധനായില്ല. തന്റെ ശരീരത്തിൽ കടിച്ചു കയറിയ ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിന്റെ വിഷം ശരീരത്തിലേക്ക് വേദനയോടെ പുളഞ്ഞ് കയറുമ്പോൾ സഹോദരങ്ങളെ, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലനക്കിയില്ല. എന്റെ പുന്നാര നബി തങ്ങളുടെ ഉറക്കത്തിന് ഭംഗം വന്നു പോയാലോ, എന്റെ ശരീരമല്ല എനിക്ക് പ്രശ്നം, എന്റെ ജീവനല്ല എനിക്ക് പ്രശ്നം, എന്റെ ശരീരത്തിൽ പാമ്പ് കടിയേൽക്കുന്നതല്ല എനിക്ക് പ്രശ്നം, എന്റെ ഹബീബിന്റെ ഉറക്കമാണ് എനിക്ക് പ്രശ്നമെന്ന് പറഞ്ഞാൽ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ മഹബ്ബത്ത് എന്റെ കൽബിലുണ്ടോ? നിങ്ങളുടെ കൽബിലുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റൂല. അള്ളാഹു ഒന്നാമതായി വെച്ച ഷർത്താണ് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുക എന്നുള്ളത്. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഇഷ്ടപ്പെടാതെ ലോകത്ത് നമ്മൾ എന്ത് ഇഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല. ലോകത്ത് നമ്മൾ എന്ത് ഇഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇൻ കാന ആബാഉകും അവ അബ്നാഉകും വഇഖ്വാനുകും وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിനെക്കാളും മാതാവിനെക്കാളും സഹോദരനെക്കാളും ചങ്ങാതിയെക്കാളും എല്ലാവരെക്കാളും നിങ്ങളുടെ കച്ചവട വസ്തുക്കളെക്കാളും നിങ്ങളുടെ സമ്പാദ്യങ്ങളെക്കാളും ഖുൽ ഇൻ കാന ആബാഉകും وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم
അല്ലാഹി വറസൂലി അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെക്കാളും മേൽ പറയപ്പെട്ട ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെക്കാളും നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ നിസ്കാരത്തടം അല്ലാഹുവിന് വേണ്ട, നിങ്ങളുടെ നോമ്പ് അല്ലാഹുവിന് വേണ്ട, നിങ്ങളുടെ ഒരു ഇബാദത്തും അല്ലാഹുവിന് വേണ്ട, നിങ്ങളുടെ ഒരു സുഹൃതവും അല്ലാഹുവിന് വേണ്ട. ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും the belief in Allah, al-ഈമാൻ ബില്ലാഹ്, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത്, അത് ഖൽബിന്റെ ഉള്ളിൽ നിന്ന്. നിങ്ങളുടെ മോളോട് നിങ്ങൾക്ക് എന്തൊരു സ്നേഹമാണ്, നിങ്ങളുടെ മോളോട് നിങ്ങൾക്ക് എന്തൊരു സ്നേഹമാണ്. ഉപ്പ അബ്ബ, നിങ്ങളുടെ മകനോട് നിങ്ങൾക്ക് എന്തൊരു ഇഷ്ടമാണ്, നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഉമ്മായോട്, നിങ്ങളുടെ വാപ്പായോട്. എന്നാൽ ഒരു സഹാബിയെ പറയട്ടെ, ഞാൻ എന്റെ ഉമ്മമാര് കേൾക്കാൻ വേണ്ടി പറയാൻ, എന്റെ ഉപ്പമാര് കേൾക്കാൻ വേണ്ടി പറയാൻ. കബിശ ബിൻത് റാബിഅ എന്ന പേരുള്ള ഒരു സഹാബിയത്തായ വനിത ഉണ്ടായിരുന്നു. കബിശ ബിൻത് റാബിഅ ഉഹദിന്റെ രണാങ്കണത്തിൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊല്ലപ്പെട്ടു എന്നൊരു കള്ള വർത്തമാനം ശത്രുക്കൾ പറഞ്ഞു പരത്തി. മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് രൂപസാദൃശ്യമുള്ള സ്വഹാബിയാണ്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണഭൂമിയിൽ കൊല്ലപ്പെട്ടു. പല ആളുകളും മുസ്അബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് കണ്ട് തെറ്റിദ്ധരിച്ചു പോയി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊല്ലപ്പെട്ടു എന്ന്. അങ്ങനെ ശത്രുക്കൾ വാർത്ത പറഞ്ഞു പരത്തി, മുഹമ്മദ് നബിയെ കൊന്നേ അവര് വിളിച്ചു പറഞ്ഞു നടന്നു. സഹോദരങ്ങളെ, വാസ്തവത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ ആരും കൊന്നിട്ടില്ല. ഈ വാർത്ത അറിഞ്ഞൊരു സഹാബിയത്തായ വനിത വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് പുറത്തിറങ്ങി, മുത്തുനബി കൊല്ലപ്പെട്ടോ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായോ, എവിടെ മുത്തുനബിയുടെ ജനാസ, എവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജനാസ, എവിടെ അല്ലാഹുവിന്റെ ഹബീബ് കൊല്ലപ്പെട്ടെന്ന് കേൾക്കുന്നത് ശരിയാണോ, എന്റെ ഹബീബ് മരണപ്പെട്ടു എന്ന് കേൾക്കുന്നത് ശരിയാണോ, എന്റെ റസൂലുള്ളാഹിന്റെ ജനാസ എവിടെ? കബിശ ബിൻത് റാബിഅ എന്ന പ്രിയപ്പെട്ട പെങ്ങള് ആ ഉഹദിന്റെ രണഭൂമിയിലേക്ക് കടന്നു വന്ന നേരത്ത് ഒരു സഹാബി പറയുകയാണ്, മോളെ കബിശ, നിന്റെ പ്രിയപ്പെട്ട പിതാവ് അതാ മരണപ്പെട്ട് കിടക്കുകയാണ്. നിന്റെ അബ്ബയുടെ ജനാസയതാ, നിന്റെ അബ്ബയുടെ ജനാസത കിടക്കണോ? ആ സഹാബിയത്തായ വനിത ചോദിച്ചു, ഐന റസൂലുള്ളാഹ്. അബ്ബയുടെ ജനാസ കാണിച്ചു കൊടുത്തപ്പോൾ ആ സഹാബിയത്തായ വനിത ചോദിച്ചു, എന്റെ മുത്തുനബി എവിടെ? അവിടുത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചുവോ? അന്നേരം ഹബീബിനെ അന്വേഷിച്ച് നടക്കുകയാണ്. മറ്റൊരു സൈനികൻ പറഞ്ഞു, മോളെ കബിശ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിന്റെ രാത്രികളെ മനോഹരമാക്കിയ, നിന്റെ മണവറയെ മധുര പുഷ്കലമാക്കിയ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അതാ കൊല്ലപ്പെട്ടു ഷഹീദായി ഉഹദിന്റെ രണഭൂമിയിൽ അതാ കിടക്കുകയാണ്. ഉഹദിന്റെ രണഭൂമിയിൽ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ട് കിടക്കുകയാണ്. ആ സഹാബിയത്തായ വനിത ചോദിച്ചു, എവിടെ റസൂലുള്ളാഹ്? അവിടുന്ന് കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുന്നത് ശരിയാണോ? റസൂലുള്ളാഹിന്റെ ജനാസ എവിടെ? അപ്പോഴും അബ്ബായെ പറ്റി ചോദിച്ചില്ല, അപ്പോഴും ഭർത്താവിനെ പറ്റി പെഞ്ഞാഴി അന്വേഷിച്ചില്ല. അന്നേരത്ത് വീണ്ടും ഒരു സൈനികൻ വന്നിട്ട് പറഞ്ഞു, മോളെ കബിശ, നിന്റെ പ്രിയപ്പെട്ട സഹോദരൻ അതാ ഉഹദിന്റെ രണഭൂമിയിൽ മരണപ്പെട്ട് കിടക്കുകയാണ്. ആ സഹോദരന്റെ ജനാസ അതാ കിടക്കുന്നു. കബിശ സഹോദരന്റെ ജനാസയിലേക്ക് നോക്കിയില്ല. ആ സൈനികനോട് ചോദിച്ചു, എന്റെ റസൂലുള്ളാഹ് എവിടെ? അവിടുത്തെ ജനാസ എവിടെ? മുത്തുനബി കൊല്ലപ്പെട്ടു വഫാത്ത എന്ന് പറയുന്നത് ശരിയാണോ? വീണ്ടും
വീണ്ടും ഉഹദിന്റെ രണഭൂമിയിൽ ഭ്രാന്തമായ ആവേശത്തോടെ അള്ളാന്റെ റസൂലിനെ അന്വേഷിച്ച സഹാബിയത്തായ വനിത നടക്കുമ്പോൾ മറ്റൊരു രംഗം കാണിച്ചിട്ടൊരു സൈനികൻ പറഞ്ഞു, കബിശ, ഈ കിടക്കുന്ന ജനാസ കണ്ടോ? ഇതാരുടെ ജനാസയാണെന്നറിയുമോ? നബിയുടെ ജനാസയോ എന്റെ ഹബീബിന്റെ ജനാസയാണോ അത്? അല്ല കബിശ, ഇത് നിന്റെ പ്രിയപ്പെട്ട മകന്റെ ജനാസയാണ്, നിന്റെ പൊന്നുമോന്റെ ജനാസ, നിന്റെ പ്രിയപ്പെട്ട മകന്റെ ജനാസയാണ് ഈ കിടക്കുന്നത്. അന്നേരത്തെ കബിശ ചോദിച്ചു, എവിടെയാണ് എവിടെയാണ് എൻ റസൂലുള്ളാഹ്? കബിശ എന്ന പൊന്നുമോളെ ബാപ്പ പോയി, കബിശ എന്ന പൊന്നുമോളെ അപ്പ പോയി, നിന്റെ സഹോദരനു മടർക്കളത്തിൽ ഷഹീദായി. ഏറെ പ്രിയമുള്ള പതിയും നിന്റെ ഭർത്താവ്, ഏറെ പ്രിയമുള്ള പതിയും വിട്ടുപോയി, നിന്റെ പൂവിതൾ പുന്നാരമോനും യാത്രയായി. കബിശ, നിന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, നിന്റെ പിതാവ് മരണപ്പെട്ടു പോയി, നിന്റെ സഹോദരൻ മരണപ്പെട്ടു പോയി, നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ മരണപ്പെട്ടു പോയി. അന്നേരത്തെ കബിശ ചോദിക്കുന്നു, ഐന റസൂലുള്ളാഹ്, ഐന റസൂലുള്ളാഹ്? എവിടെയാണ് എന്റെ മുത്തുനബി? എന്റെ റസൂലുള്ള വഫാത്തായോ? അവിടുന്ന് വഫാത്തായെന്ന് പറയുന്നത് ശരിയാണോ? എന്റെ ഹബീബിന്റെ ജനാസ എവിടെ? എവിടെയാണ് എവിടെയാണ് എൻ റസൂലുള്ളാഹ്? എവിടെയാണ് എവിടെയാണ് എൻ ഹബീബുള്ളാഹ്? ഇതെന്തോ ഒരു മഹബത്താണ്. चमन चमन के रोशनी वो लौंग लौंग शबनमी, वो इतना प्यार नाम है नबी 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 नबी। वो इश्क खुशगवार है चमन चमन के रोशनी, वो लौंग लौंग शबनमी, वो इतना प्यार नाम है नबी 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 नबी। वो फूल की चमन बना, वो फूल की चमार बना, वो लौंग लौंग शबनमी, वो इतना प्यार नाम है नबी 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 नबी। ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്നൊരു വാർത്ത സ്വഹാബി വര്യൻ കേൾക്കുന്നത് പനയുടെ മുകളിൽ ഈന്തപ്പന പഴം പറിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ്. സഹോദരങ്ങളെ, ആ സഹാബി അന്നേരത്ത് തന്റെ രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മദീന, അല്ലാഹുവിന്റെ റസൂലില്ലാത്ത ലോകം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു. ഇതെന്തൊരു മഹബത്താണ്! ഞാൻ എവിടെ നിൽക്കുകയാണ്? നിങ്ങൾ ഓരോരുത്തരും എവിടെ നിൽക്കുകയാണ്? നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ അവർ റസൂലുള്ളാഹിക്ക് കൊടുത്ത മഹബത്തിന്റെ കോടാന 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 കോടിയിലംശം മഹബത്തെങ്കിലും എന്റെ ബാലക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ, ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും, പരാജയപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിയ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. മദീനയോട് നമുക്ക് ഇഷ്ടം വേണം, ഹബീബിനോട് നമുക്ക് പ്രണയം വേണം. അതിങ്ങനെ ഞാനിങ്ങനെ വെറുതെ പറഞ്ഞാ പോരാ, നിങ്ങളിങ്ങനെ വെറുതെ കേട്ടിട്ട് പൊടിയും തട്ടി എഴുന്നേറ്റങ്ങ് പോയാ പോരാ. സഹോദരങ്ങളെ, വല്ലാത്തൊരു മഹബത്ത് മുത്തുനബിയോട് ഞാനും നിങ്ങളും കാത്തുവച്ചാൽ
നമുക്ക് സ്വർഗം കിട്ടും സഹോദരങ്ങളെ. അവിടുത്തെ മഹബത്ത് നമ്മൾ നേടിയെടുക്കും സഹോദരങ്ങളെ. എന്നാൽ ലോകത്ത് നമുക്കൊന്നും കിട്ടുന്നതിനേക്കാൾ എനിക്ക് രാജാധികാരം വേണ്ട. അവിടുന്ന് പാതിരാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന നബിയാണ്. ഇമാം മുസ്ലിം നൈസാബൂരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂമു മിനൽ ലൈൽ ഹത്താ തതഫത്തറ ഖദമാ. മുത്തനബി രാത്രിയായാൽ എഴുന്നേൽക്കും, കാലിൽ നീര് കെട്ടി വീർത്ത് നിൽക്കുന്നത് വരെ നിന്ന് നിസ്കരിക്കും. ആയിഷ ഉമ്മ ചോദിച്ചു, ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ്, നബിയേ ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അവിടുത്തേക്ക് അല്ലാഹു സ്വർഗ്ഗം ഉറപ്പാക്കി തന്നില്ലയോ നബിയേ? സ്വർഗ്ഗത്തിലെ ഉന്നതമായ പദവി അവിടുത്തേക്ക് അല്ലാഹു നിർബന്ധമാക്കി തന്നില്ലേ നബിയേ? പിന്നെന്തിനാണ് പാതിരാത്രിയിൽ ഇങ്ങനെ എഴുന്നേറ്റ് സുദീർഘമായി നിസ്കരിക്കുന്നത് നബിയേ? അന്നേരത്ത് ഹബീബ് പറയുകയാണ്, മോളെ ആയിഷ, അഫലാ കൂന അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടോ മോളെ ആയിഷ? ചെറുപ്പക്കാരാ, ക്യാൻസർ തരാത്ത റബ്ബിനെ നീ ഒരു നന്ദിയുടെ സുജൂദ് ചെയ്തിട്ടുണ്ടോടാ മോനെ? ആരോഗ്യം തന്ന റബ്ബില്ലയോ? രണ്ട് കണ്ണിന് കാഴ്ച തന്ന റബ്ബില്ലയോ? കേൾവി തന്ന റബ്ബില്ലയോ? ആരോഗ്യം തന്ന റബ്ബില്ലയോ? സൗന്ദര്യം തന്ന റബ്ബില്ലയോ? ആ റബ്ബിന് നന്ദിയായി ഒരു 2 റക്അത്തെങ്കിലും ശുക്റിന്റെ സുജൂദ്, ഒരു പാതിരാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദിന്റെ നിസ്കാരം ഞാനോ നീയോ നിസ്കരിച്ചിട്ടുണ്ടോ ഉമ്മ? റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ വന്ന ചെറുപ്പക്കാരാ, ഖൽബിൽ കൈവച്ചിട്ട് ആലോചിക്കാനാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഈ അടുത്ത സമയത്തൊരു ബാലക്കാരൻ, അവൻ വലിയ ടിപ്പർ ഓടിക്കുന്ന ബാലക്കാരനാണ്. പെട്ടെന്നൊരു വയറുവേദന വന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോനെ RCCയിൽ പോകാൻ. RCCയിൽ കൊണ്ടുപോയി അവന്റെ വയറ് ഡോക്ടർമാര് സർജറി ചെയ്ത് നോക്കിയപ്പോൾ അവന്റെ വയറ്റിന്റെ അകത്തളത്തിൽ കുടലെന്ന് പറയുന്ന സാധനമില്ല. ക്യാൻസർ രോഗം ബാധിച്ചത് മുഴുവനും അഴുകിപ്പോയിരിക്കുകയാണ്, ദ്രവിച്ചു പോയിരിക്കുകയാണ്. ഒരു കീമോതെറാപ്പിക്കും അവനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല, ഒരു റേഡിയേഷൻ തെറാപ്പിക്കും അവനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ലോകത്ത് അമേരിക്കയിലെ ഡോക്ടർ വന്നാലും, ലണ്ടനിലെ ഡോക്ടർ വന്നാലും, റഷ്യയിൽ നിന്ന് ഡോക്ടർ വന്നാലും, ലോകത്തൊരു സയന്റിസ്റ്റിനും അവനെ രക്ഷപ്പെടുത്താൻ പറ്റൂല. അവന്റെ കുഞ്ഞ് 2ാമത്തെ കുട്ടി പ്രസവിച്ചിട്ട് 8 ദിവസമേ ആയിട്ടുള്ളൂ. അവന്റെ മൂത്ത കുട്ടിക്ക് 3 വയസ്സേ പ്രായമുള്ളൂ. അവന്റെ ഭാര്യയ്ക്ക് 23 വയസ്സേ പ്രായമുള്ളൂ. 33 വയസ്സുക പ്രായമില്ലാത്ത ബാലക്കാരനായ ടിപ്പർ ലോറി ഓടിക്കുന്ന യുവാവ് 3 ദിവസം മുമ്പ് മരണപ്പെട്ടു പോയി. ചെറുപ്പക്കാരാ, നീ ഇതൊക്കെ കേൾക്കുന്ന മുസ്ലിയാരേ, നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലാതെ ഇങ്ങനെ പൽക്ക പറയുന്നു. ഞങ്ങൾക്കത് കേൾക്കാൻ നേരമില്ല. ഞങ്ങൾ സിനിമയുടെ ലോകത്താണ്, സീരിയലിന്റെ ലോകത്താണ്, വാട്സപ്പിന്റെ ലോകത്താണ്, ഫേസ്ബുക്കിന്റെ ലോകത്താണ്. മോനെ, അള്ളാഹുവിനെ മറന്ന് 5 നേരം കൃത്യമായി നിസ്കരിക്കാതെ കള്ളുകുടിച്ച്, പെണ്ണ് പിടിച്ച്, ചൂത് കളിച്ച്, പലിശ ഇടപാട് നടത്തി ധിക്കാരപൂർവം ജീവിച്ചാൽ ഫറോവയെ കൊന്ന അള്ളാഹുവിനെ നിങ്ങൾക്കറിയുമോ? നമ്രൂദിനെ കൊന്നുകളഞ്ഞ അള്ളാഹുവിനെ നിങ്ങൾക്കറിയുമോ? ഖാറൂരിനെ കൊന്നുകളഞ്ഞ അള്ളാഹുവിനെ നിങ്ങൾക്കറിയുമോ? നമ്രൂദിന് അധികാരം കൊടുത്തതാരാ? ഫറോവയ്ക്ക് കൊട്ടാരം കൊടുത്തതാരാ? നിങ്ങൾ വിചാരിക്കുന്നു ഞാനെത്ര വ്യഭിചരിച്ചിട്ടും എനിക്കൊരു ചുക്കും സംഭവിച്ചില്ല, ഞാനെത്ര പെണ്ണ് പിടിച്ചു, ഞാനെത്ര പലിശ ഇടപാട് നടത്തി, ഞാനെത്ര വ്യഭിചരിച്ചു, എന്നിട്ട് എനിക്ക് വലിയ വീടുണ്ടല്ലോ, വലിയ കാറുണ്ടല്ലോ, പോക്കറ്റ് നിറയെ മണി പൈസയുണ്ടല്ലോ, എന്റെ ബിസിനസ് വളരുകയാണല്ലോ. ചിന്തിക്കാതെ മോനെ, അള്ളാഹുവിനെ നീ അറിയാത്തത് കൊണ്ടാണ്. ഇവിടെ ഫറോവയ്ക്ക് രാജാധികാരം നൽകി. ഇന്നും നിങ്ങൾ അലക്സാണ്ട്രിയയിൽ പോകണം, ഈജിപ്തിൽ പോകണം, മിസ്രിൽ പോകണം. അവിടെ അതാ ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന പടുകൂറ്റൻ പിരമിഡുകൾ കാണാം.
അതാരുണ്ടാക്കിയതാണ്? ഫറോവമാരുണ്ടാക്കിയ പിരമിഡുകളാണ്. ആ പിരമിഡുകളിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ച വലിയ മുതലാളിമാരായ ഫറോവമാരെ അള്ളാഹു മുക്കിക്കൊന്ന് കളഞ്ഞില്ലേ? അതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ എന്നെയും നിങ്ങളെയും അള്ളാഹു കൊന്നുകളയുമെന്ന ബോധ്യം കൽബിലുണ്ടാകട്ടെ. അള്ളാഹുവിന്റെ പ്രത്യേകതയാണ് അക്രമികളെ അവൻ താമസം ചെയ്യുന്ന റബ്ബാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ 5 നേരം കൃത്യമായി നിസ്കരിക്കണം. കള്ളു കുടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, ചൂത കളിക്കരുത്, പലിശ ഇടപാട് നടത്തരുത്. അള്ളാഹുവിനെ പേടിച്ച് ഞാനും നിങ്ങളും ജീവിക്കണം. കണ്ടില്ലേ സയ്യിദുനാ റബീഅ തങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബ് പാതിരാത്രി സമയമായി തഹജ്ജുദിന് നേരമായപ്പോൾ നിസ്കാരത്തിന് എഴുന്നേൽക്കുകയാണ്. വാതിൽ ഇങ്ങനെ ഡോർ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഒരു സഹാബി പാത്രത്തിൽ വെള്ളവുമായി നിൽക്കുകയാണ്. ആരാണ് മോനെ? അന റബീഅ യാ റസൂലല്ലാഹ്, ഞാൻ റബീഅയാണ് നബിയേ. എന്തേ റബീഅ, നീ ഇന്നലെ ഔത്തിൽ പോയില്ലയോ റബീഅ? ഞാൻ പോയി നബിയേ. ഞാൻ എന്റെ പെഞ്ഞാഴിയോടൊന്നിച്ച് വീട് കൂടി. ഞാൻ ഔത്തിൽ ഞങ്ങള് സംസർഗത്തിൽ ഏർപ്പെട്ടു. ഞാൻ കുളിച്ചു വൃത്തിയായി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല നബിയേ. അവിടുന്ന് തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോ ആരാണ് വെള്ളം തരുന്നതെന്ന് ചിന്തിച്ച് ഞാൻ അവിടുത്തെ ചാരത്തേക്ക് പാതിരാത്രി വന്നതാണ് നബിയേ. അതിശക്തമായി ചളി പെയ്തുകൊണ്ടിരിക്കുന്ന രാത്രി, എന്നെ പോലെ നിങ്ങളെ പോലെ നല്ല ധരിക്കാൻ വസ്ത്രമില്ലാത്ത പാവപ്പെട്ട സഹാബി സയ്യിദുനാ റബീഅത്തുൽ അസ്ലമി അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയെ ചേർത്ത് നിർത്തി. ഇത് പാതിരാത്രി സമയമാണ്, ലോകത്തെല്ലാവരും ഉറങ്ങുകയാണ്. നന്നേ ചളിയുള്ള രക്തമുറഞ്ഞു പോകുന്ന തണുപ്പുള്ള രാത്രിയിൽ ഈ പാതിരാത്രി ഒന്ന് ഇരിക്കാമായിരുന്നില്ലേ റബീഅ? നബിയേ, അങ്ങയുടെ വാതിലിന്റെ മുന്നിൽ ഇരിക്കുന്നത് അതപകേടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി മുഴുവനും നിന്നത് നബിയേ. ആ സഹാബിയെ ചേർത്ത് നിർത്തിയിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, എന്താണ് നിനക്ക് വേണ്ടത്? നീ ചോദിച്ചു കൊള്ളുക, നിനക്ക് എന്താണ് വേണ്ടത് റബീഅ? അന്നേരത്ത് മഹാനവറുകൾ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന യാ റസൂലല്ലാഹ് സല്ലി യാ റബീഅ. മുത്തുനബി ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുകയാണ്, എനിക്ക് രാജാധികാരം വേണമെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമാണെങ്കിൽ പറയും. പഞ്ചായത്ത് മെമ്പറായാൽ കൊള്ളാമെന്നുണ്ട്, MLA ആയാൽ കൊള്ളാമെന്നുണ്ട്, മന്ത്രിയായാൽ കൊള്ളാമെന്നുണ്ട്, കുറച്ച് പൈസ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. എന്നാൽ ആ സഹാബി അതൊന്നും ചോദിച്ചില്ല. ലോകത്തിന്റെ മുഴുവനും അധികാരം വേണമെന്ന സഹാബി ചോദിച്ചിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ കൊടുക്കുമായിരുന്നു. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, പ്രപഞ്ചത്തിന്റെ മുഴുവനും അധികാരിയായിട്ടാണ്, കാരുണ്യത്തിന്റെ രാജാവായിട്ടാണ് അല്ലാഹു മുത്തുനബിയെ പറഞ്ഞയച്ചത്. മദീനയിലെ രാജാവിനെ പറഞ്ഞയച്ചത്. ആ മദീനയിലെ രാജാവിനോട് ആ സഹാബി ചോദിച്ചത്, നബിയേ, സ്വർഗത്തിൽ അവിടുത്തെയോടൊപ്പം ഇരിക്കാൻ ഒരിരിപ്പിടം തരുമോ നബിയേ? അതല്ലാത്ത മറ്റെന്തെങ്കിലും ചോദിക്കുമോനെ? അത് മതി നബിയേ. ഈ സഹാബിക്കറിയില്ല പദവിയുടെ വലിപ്പം എത്രയാണെന്ന്. അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം സ്വർഗത്തിലുള്ള പദവി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് കാറ്റഗറിയാണ്. സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പദവിയാണ്. അബൂൽ ബസർ ആദൻ നബിയുടെ പദവിയാണ്. കലീമുല്ലാഹി മൂസാ നബിയുടെ പദവിയാണ്. അങ്ങനെ പ്രവാചകന്മാരുടെ പദവിയാണ് ആ പദവിയാണ് ഈ സഹാബി ചോദിച്ചത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗം റബീഅ തങ്ങൾക്ക് കൊടുക്കുകയാണ്. സ്വർഗത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പോസ്റ്റ്, സഹോദരങ്ങളെ, ഏറ്റവും വലിയ പദവി ഫസ്റ്റ് ക്ലാസ് കാറ്റഗറി റബീഅ തങ്ങൾക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് ആ മഹബ്ബത്ത് എന്റെ കൽബിൽ വേണം, നിങ്ങളുടെ കൽബിൽ വേണം. നമുക്ക് മുത്തുനബിയെ മുറുകെ പിടിച്ച് അവിടുന്ന് പഠിപ്പിച്ച ജീവിതം അതേപടി ജീവിച്ച് അല്ലാഹു നമുക്ക് വിജയം നൽകുമാറാകട്ടെ. മൗലായ സല്ലി വസല്ലം
على حبيبك خير يا أكرم الخلق ما لمن ألوذ به سواك عند حلول للحديث العميم مولاي فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي على حبيبك സഹോദരങ്ങളെ, ഇവിടെ പാവപ്പെട്ട പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട് വിവാഹം നടക്കുന്നുണ്ട്. അത് എത്ര പവൻ സ്വർണ്ണമായി? എത്ര പവനാ വേണ്ടത്? 15 പവൻ. 3 കുട്ടികളെ കിട്ടിക്കാൻ അല്ലേ? എത്ര പവൻ സ്വർണ്ണമായി? 8 പവനായി. ഇനി ബാക്കി എത്ര പവൻ വേണം? 7 പവൻ വേണം. ആര് കൊടുക്കും 1 പവൻ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൈപൊക്കാൻ കഴിയുന്നവർ ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? ഞാൻ കൊടുത്തേക്കാന്ന് പറയാൻ കഴിയുന്നവരാരെങ്കിലും ഒരാളുണ്ടോ? 1 പവൻ സ്വർണത്തിന് ഇപ്പൊ എത്ര വില? 25,000 രൂപ അല്ലേ? ആരെങ്കിലും ഒരാളുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാൻ ഇന്ന് ഒരാൾ തന്നാൽ മതി. 1 പവൻ ഞാൻ കൊടുത്തേക്കാന്ന് പറഞ്ഞു. ബിസ്മില്ലാ. മുത്തുനബിയുടെ മജ്ലിസിൽ നിന്ന് ഒരാൾ നമ്മൾ ദുആരക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ദുആരക്കാൻ നമ്മൾ സ്വലാത്ത് ചൊല്ലി, ബുർദ ചൊല്ലി, വഅദ് പറഞ്ഞു, ഇൽമ പറഞ്ഞു, ഹബീബിന്റെ മദ്ഹ് പറഞ്ഞു, ഒക്കെ ചെയ്തു. ഇനി ഒരു സ്വതക്ക ഇവിടെ ചെയ്താൽ മതി. അപ്പൊ ഈ മജ്ലിസ് ദിക്റിന്റെ മജ്ലിസായി, സ്വലാത്തിന്റെ മജ്ലിസായി, ഇൽമ പറഞ്ഞ മജ്ലിസായി, മദ്ഹ് പാടിയ മജ്ലിസായി, മുത്തുനബിയുടെ മജ്ലിസായി, സ്വതക്കയുടെ മജ്ലിസായി. ആരാ തരിക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവേ, എല്ലാവരും ഇഖ്ലാസോടെ നല്ല ഉഷാറായിട്ട് ആമീൻ പറയും. ഹനീഫ് സാഹിബിനോട് വിരോധമുള്ളവരും ആമീൻ പറയും. ചില ആൾക്കാർ ആമീൻ പറയില്ല. ഞാൻ എന്തൊക്കെ ഹനീഫ് സാഹിബിന് വേണ്ടി ചോദിക്കും അതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നൽകും. പക്ഷെ നിങ്ങൾ ഇഖ്ലാസോടെ ആമീൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, ഹനീഫ സാഹിബിന് നീ പൊറുക്കണേ റഹ്മാനേ. ഹനീഫ സാഹിബിന് ആഫിയത്ത് നൽകണേ റഹ്മാനേ. ഹനീഫ സാഹിബിന് ദീർഘായുസ് നൽകണേ റഹ്മാനേ. ഹനീഫ സാഹിബിന്റെ ഭാര്യയിൽ, മക്കളിൽ, ഇടപാടിൽ, ജോലിയിൽ, വാഹനത്തിൽ, ഇറങ്ങിപ്പുറപ്പെടലിൽ, കൈവക്കുന്ന മുഴുവൻ നല്ല കാര്യങ്ങളിലും മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ബറക്കത്താക്കണേ അല്ലാ. ഹനീഫ സാഹിബിനെ നിരാശപ്പെടുത്തല്ലേ അല്ലാ. ഹനീഫ സാഹിബിനെ ഒരിടത്തും പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഹനീഫ സാഹിബിന്റെ കരങ്ങളിൽ ബറക്കത്ത് വെച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഹനീഫ സാഹിബിന് സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഹനീഫ സാഹിബിനെയും കുടുംബത്തെയും ഹബീബിന്റെ റബ്ബേ, ഹബീബിന്റെ ഉമ്മത്തികളിൽപ്പെട്ട ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കാൻ 1 പവൻ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ ഹനീഫ സാഹിബിന് സ്വർഗത്തിൽ ആ ഹബീബിന്റെ ശഫാഅത്ത് കൊടുക്കണേ അല്ലാഹ്. ബിഹഖ്ഖിൻ നബി മുഹമ്മദിൻ. ഇനി ആരെങ്കിലും അല്ലാഹുവേ, ഞങ്ങൾ ഈ പറഞ്ഞതും ചൊല്ലിയതും കേട്ടതുമെല്ലാം നീ കബൂലാക്കണം റഹ്മാനേ.
അകലെ അകലെ മദീനയുടെ മലർവനിയിൽ വിശ്രമിക്കുന്ന ഞങ്ങളുടെ പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിലേക്ക് ഞങ്ങളുടെ ഈ സദസ്സ് നീ ഒന്ന് കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആ മുത്തുനബിയുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ മജ്ലിസിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ ആരെയും നീ നിരാശപ്പെടുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മവാപ്പമാര്, ഉസ്താദുമാര്, ഭാര്യ മക്കള്, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, സഹപാഠി സുഹൃത്തുക്കൾ, സഹകാരികൾ, ഭക്ഷണം തന്നവര്, ദുആ വസിയത്ത് ചെയ്തവര്, ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സഹായിക്കുന്നവർ, ഞങ്ങളുടെ മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടുന്നവര്, ഞങ്ങളുടെ മജ്ലിസുകളിൽ ചോദിക്കുമ്പോൾ നൽകുന്നവർ, നൽകിയവർ, അല്ലാഹുവേ, ഇന്നുവരെ ഏതെല്ലാം സദസ്സിൽ പോയി ചോദിച്ചപ്പോൾ ആരെല്ലാം എവിടെയൊക്കെ വെച്ച് എന്തിനൊക്കെ നൽകിയോ അവർക്കൊക്കെയും ഇന്ന് ഈ സദസ്സിൽ ഞങ്ങൾ ചോദിച്ചപ്പോൾ നൽകിയ ഹനീഫ സാഹിബ് അടക്കം ഇനി ഞങ്ങൾ ഏതൊക്കെ സദസ്സിൽ പോയി ആരോടൊക്കെ ചോദിക്കുമ്പോൾ ആരൊക്കെ നൽകുന്നു അവർക്കൊക്കെയും അല്ലാഹ് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൂടിക്കൊണ്ട് ബറക്കത്താക്കണം റഹ്മാനേ. പാപങ്ങൾ പൊറുക്കണം റഹ്മാനേ.